സോ ഗൈസ്, അപ്പോൾ ഓണത്തിന് റിലീസ് ചെയ്ത OTT മൂവീസും തിയേറ്ററിക്കൽ റിലീസസുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് OTT നോക്കാം. OTT വന്നിട്ട് 3 റിലീസസ് ആണ് ഞാൻ കണ്ടത്. അതിൽ ഫസ്റ്റ് വന്നിട്ട് നുണക്കുഴിയാണ്. നമ്മുടെ ബേസിൽ ജോസഫ്, ബോയ് നെക്സ്റ്റ് ഡോർ ക്യാരക്ടേഴ്സ് ഒക്കെ ഈസി ആയിട്ട് പ്ലേ ചെയ്യുന്ന ബേസിൽ ജോസഫ് തനതായ ശൈലിയിൽ അവതരിപ്പിച്ച് ഗംഭീരമാക്കിയ ക്യാരക്ടറാണ് ഇതില്. കൂടാതെ തന്നെ ആസ്ഥാന തേപ്പ് സ്റ്റാർ നിഖില വിമൽ അതേ റോള് അതേ രീതിയിൽ അതേ തന്മയത്തോട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് കൂടുതലും വന്നിട്ടുള്ളത് ബേസിൽ ജോസഫും ഗ്രേസ് ആന്റണിയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. പിന്നെ പടത്തിന്റെ ഡയറക്ടർ നമ്മുടെ ജിത്തു ജോസഫ് ആണ്. അറിയാലോ, പുള്ളിക്കാരൻ ത്രില്ലർ ജോണേഴ്സ് അനായാസം ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ പടം പുള്ളിക്കാരനൊന്നും അല്ല. പക്ഷെ എന്നാലും ഈ കോമഡി ജോണറിന് കട്ടയ്ക്ക് നീതി പുലർത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ത്രില്ലർ സ്വഭാവം വരുന്നുണ്ട്. എന്നാലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം, ഈ ഒരു ടൈപ്പ് ഓഫ് മൂവി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സെൻസിൽ, ഐ മീൻ ആ ഒരു ജോണർ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എൻജോയബിൾ ആയിരിക്കും. ഈ ഒരു ഭയങ്കര ഒരു ഈസി വാച്ച് ആണ്. ലൈക്ക് നമ്മൾ ഒട്ടും ബോറടിക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാവുന്നൊരു പടം. OTT പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആ ഒരു കംഫർട്ട് സോണിലിരുന്ന് കാണാൻ പറ്റിയ പടം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആസിഫ് അലി ബിജു മേനോൻ കോംബോയിൽ വന്ന തലവനാണ് നമ്മുടെ ജിസ് ജോയ്സ് സംവിധാനം ചെയ്ത ആ ഒരു ഫീൽ ഗുഡ്. പക്ഷെ ഇത് ഫീൽ ഗുഡ് അല്ല. ലൈക്ക് എന്താ പറയാ, അത്യാവശ്യം ത്രില്ലർ കാറ്റഗറിയിൽ തന്നെ പെടുത്താവുന്ന ഒരു ഗംഭീര പടം തന്നെയാണ്. അറിയാലോ, തിയേറ്ററിക്കൽ ഹിറ്റായ പടമാണ്. OTT കാണാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ലൈക്ക് അങ്ങനെ കണ്ടുപോകാവുന്നൊരു പടം തന്നെയാണ്. ക്ലൈമാക്സ് ട്വിസ്റ്റും ടൈൽ ആൻഡ് ട്വിസ്റ്റും ഒക്കെ അത്യാവശ്യം വർക്കായ പടം തന്നെയാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ആസിഫ് അലി സുരാജ് കോംബോ, എല്ലാം രണ്ട് കോംബോകളാണ് ഇപ്പോൾ കോംബോ. അപ്പോൾ ആ കോംബോയിൽ വന്ന അഡിയോസ് അമിഗോ എന്ന ചിത്രമാണ്. അപ്പൊ ഈ ചിത്രം എന്ന് വെച്ചാൽ ഒരു കോമഡി ഡ്രാമ സ്വഭാവത്തിൽ വരുന്ന ഒരു പടമാണ്. ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ നീട്ടി നീട്ടി വലിച്ചുകൊണ്ട് പോണ ഒരു പടമാണ്. ലൈക്ക് നമുക്കങ്ങനെ, അതായത് തുടക്കം ഒരു ഭയങ്കര ഒരു ഒരു ഫ്ലാറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ ആസിഫ് കയറി വന്ന് ആ പടത്തിനെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് എത്തിക്കും. പിന്നെ സുരാജ് വരും. ഐ മീൻ ഇവരുടെ കോംബോ അത് അത്യാവശ്യം വർക്കായിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പടത്തിൽ ഭയങ്കര ഡിപ്പ് വരും. അതായത് ഇമോഷണൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് സീനിനെയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യും. അങ്ങനെ വലിച്ചു നീട്ടി പടം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് പോണേ ചില സമയത്താണ്. പക്ഷെ ചില സമയത്ത് ഹൈ ആവുണ്ട്. അപ്പോ ഒരു 1.5x ഇട്ട് കണ്ട അത്യാവശ്യം ബോറടി ഇല്ലാതെ കണ്ടു തീർക്കാവുന്ന ഒരു പടമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ OTT വന്ന ഓൺ റിലീസസ്. പിന്നെ തിയേറ്ററുകൾ നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകുന്നത്. കാരണം എന്റെ പൊന്നോ, വന്ന എല്ലാ 3 പടങ്ങളും സൂപ്പർ ഹിറ്റായിട്ട്, ഐ മീൻ അത്രയും ഗുഡ് റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് നമ്മളെ ടോവിനോ നായകനായിട്ട് എത്തിയ AR. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ജിതിൻ ലാൽ എന്ന നവാഗതനായ സംവിധാനം ചെയ്ത പടമാണ്. അപ്പൊ ഈ പടത്തിൽ വന്നിട്ട് ഈ കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി, അങ്ങനെ ജഗദീഷ്, കുറേ താരനിരകൾ വരുന്നൊരു പടമാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ 3 വ്യത്യസ്തമായ റോൾസ് ഉണ്ട്. പീരിയഡ് ബേസ്ഡ് മൂവിയാണ്. 1990s പിന്നെ 40s പിന്നെ 80s, ഐ മീൻ 18th സെഞ്ചുറി ആ ഒരു കാലഘട്ടം എല്ലാം റെപ്രസെന്റ് ചെയ്തിട്ട് വരുന്ന 3 ക്യാരക്ടേഴ്സാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. കണ്ട എല്ലാ റിവ്യൂസും ഒന്നടങ്കം പറഞ്ഞിരിക്കുകയാണ് നല്ല പടമാണെന്നാണ്. പിന്നെ ഓഡിയൻസിന്റെ റെസ്പോൺസും നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. അതേപോലെ തന്നെ നമ്മുടെ ആസിഫ് അലി വന്ന ആ, പുതിയ ചിത്രമാണ് കിഷ്കിന്ദ ഖണ്ഡം. അതിൽ നമ്മുടെ അപർണം ബാലമുരളിയും വിജയരാഘവനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അപ്പൊ ഇതൊരു ലൈക്ക് ഒരു മിസ്റ്ററി ത്രില്ലർ ഒരു സ്വഭാവമാണ് ഇതിന്. എന്താ പറയുക, ഒരു സാധാരണ ഒരു OTT സ്റ്റഫ് പോലെയൊക്കെ ആണ് ട്രെയിലറെങ്കിലും. പടം കണ്ടിറങ്ങി എല്ലാവരും ഒന്നടങ്കം പറയുന്നത് ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട പടം എന്നാണ്. അതായത് അത്രയ്ക്കും നല്ലൊരു മൂവിയാണ്. ലൈക്ക് വേറെ 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 ലെവൽ സാധനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഇത് കാണാത്തവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഇടിമച്ചാൻ ആന്റണി വർഗീസ് പെപ്പെ എത്തുന്ന മൂവിയാണ്
ഖുണ്ടൽ. അത് നമ്മുടെ സോഫിയ പോളാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അജിത് മാമ്പിള്ളി ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. ഇതിൽ വന്ന് നമ്മളെ രാജവി ഷെട്ടി, ഷബീർ, ഡാൻസിങ് റോസ്, ഷബീർ എല്ലാവരും പ്രധാന വേഷങ്ങളിലെത്താണ്. ഇതൊരു ലൈക്ക് സീപ്പടമാണ്, ഐ മീൻ കടലിൽ വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ഇതിനും അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവരിൻ്റെ ഐ മീൻ ഇവർ മൂന്ന് പേരും, അതായത് ആസിഫ് അലി, ആൻ്റണി വർഗീസ് പെപ്പെ, പിന്നെ ടൊവിനോ തോമസ്, മൂന്ന് പേരും കൂടി ഒരു കൊളാബ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മൂന്ന് മൂവി ഒരുമിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പൊ ഇത് കണ്ട് കല്ല് കടിച്ച് നമ്മുടെ ഒമർ ലുലു, പുള്ളിക്കാരൻ്റെ ഒരു പടം വരുന്നുണ്ട്. വേറെ ഏതുമല്ല, ബാഡ് ബോയ്സ് അറിയാലോ, റഹ്മാന്റെ. അപ്പോ ഈ പടത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല, റിവ്യൂസും കാര്യമായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്ത്, എന്തായാലും ഈ പടം ഇതിൻ്റെ ഇടയിലും ഒഴുകിപ്പോണ്ടെന്ന് കരുതിയിട്ട് പുള്ളിക്കാരൻ ചെയ്തൊരു നമ്പറാണ്. അതിൽ നടിച്ച ഒരു ആക്ട്രസ് ഷീലു അബ്രഹാം, പുള്ളിക്കാരത്തെ കൊണ്ട് ഈ ഇവര് മൂന്നുപേരുമാണ് ഈ സിനിമ ഇൻഡസ്ട്രി, മലയാളം മൂവി ഇൻഡസ്ട്രിയിലെ കോർ ഗ്രൂപ്പ് എന്ന രീതിയിലൊക്കെ പോസ്റ്റ് ഇട്ടിരിക്കുക. വിറ്റെന്താന്ന് വെച്ചാൽ അത് ഈ ഒമർ ലുലു തന്നെ ഷെയർ ചെയ്തിരിക്കുക. ഷീലു ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇതാണ് പവർ ഗ്രൂപ്പ്, കണ്ട നമ്മുടെ പടത്തിനെ ഒന്നും ഇവര് പ്രൊമോട്ട് ചെയ്യണില്ല. ഇവര് മൂന്ന് പടത്തിന് മാത്രം ഒരു ബെൽറ്റ് പോലെ ആണ് ആസിഫ് അലി, ടൊവിനോ തോമസ്, പെപ്പെ അവരൊക്കെയാണ് ബെൽറ്റ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഷീലു അബ്രഹാം പറയണത്. അത് ഒമർ ലുലു റീപോസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചർച്ചാ വിഷയമായി. നമ്മുടെ സീക്രട്ട് ഏജന്റ്, ലൈഫ് ഓഫ് അനന്ത്, ഇവരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊമോഷനൊക്കെ അത്യാവശ്യം നൈസായി സോഷ്യൽ മീഡിയയിലൂടെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒമറിക്ക സൈഡ് കൂടെ എന്താ പറയുക, വാഴ നനയുമ്പോൾ ചീരയും നനയട്ടെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അതിന് ആർക്കും ഒരു വിരോധമില്ല. പക്ഷെ എന്തിനാ വെറുതെ അവർ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത പടത്തിനെ നിങ്ങൾ കയറിയിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നിങ്ങൾ അവൻ്റെ അടുത്തായിട്ട് ഇൻ ടച്ച് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെയും വിളിച്ചിട്ടുണ്ടാകും. നിങ്ങൾ വേറെ ഏതോ യൂണിവേഴ്സിൽ ഇരുന്ന് പടം ചെയ്യണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. സോ അതൊക്കെ ഒന്ന് മാറ്റി നിന്നിട്ട് എല്ലാവരുടെ കൂടി ഒന്ന് കമ്പനിയായിട്ട് നടക്കുകയാണെങ്കിൽ അവരും നിങ്ങളെയും വിളിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ സിനിമയും അവൻ്റെ കൂടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. ആരെ നിങ്ങൾ ചോദിക്കാൻ? സോ ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് നമ്മുടെ OTT ആൻഡ് തിയേറ്ററിക്കൽ റിലീസ്. അപ്പോൾ ഓണം കളർഫുള്ളാക്കിയിരിക്കുകയാണ് എല്ലാ പടങ്ങളും ചേർന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് താഴെ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ, ബൈ.